ലെജൻസ് നമ്മൾ ചെയ്താറ് നെക്സ്റ്റ് വീഡിയോ ആണ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഐറ്റം ഇതാ കേട്ടോ. ഇത് വരുന്നത് നല്ല കളർ ചാർട്ട്, നല്ല മെറ്റീരിയൽ, റീസണബിൾ പ്രൈസ്, അങ്ങനെ ഒരുപാട് നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു ഐറ്റം ആണ്. അപ്പോൾ ഇത് സെമി സിൽക്കിൻ്റെ ഫാബ്രിക്ക്, ചെറിയൊരു ഗ്ലേസിംഗ് ഉണ്ട്, പക്ഷെ അതിനൊരു ഭംഗിയാട്ടോ അത് കാണാൻ. ഒരുപാട് അങ്ങനെ ഭയങ്കര തിളക്കമല്ല ഞാൻ ഉദ്ദേശിച്ച്, ചെറിയൊരു ഗ്ലേസിങ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലെ വർക്ക് ഭയങ്കര രസമാണ് കാണാൻ. നല്ലൊരു പിങ്കിൻ്റെ കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത്. ലൈറ്റ് ഒരു ഡെനിം ബ്ലൂവിൻ്റെ ഷെയ്ഡിലോട്ടോ പിങ്കിൻ്റെയും ഗ്രീൻ്റെയും ഒരു കോമ്പിനേഷനുള്ള വർക്കാണ് വരുന്നത്. പിങ്ക് പീച്ച് അങ്ങനെ മിക്സഡ് ഒരു കളറാണ് കേട്ടോ. നല്ല രസമുള്ള ഐറ്റം. പിന്നെ ദുപ്പട്ട വൺ സൈഡിൽ ഫുൾ വർക്കുണ്ട്, വൺ സൈഡ് മാത്രമല്ല അകത്തോട്ട് മൊത്തം വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്ത് ഉള്ള ഐറ്റം. ബോട്ടം സാറ്റൻ സിൽക്ക്. നമ്പർ AC 395, റേറ്റ് 699 രൂപ മാത്രമേ ഉള്ളൂ. 699. നമുക്ക് രണ്ടാമത്തെ ഷെയ്ഡ് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ഓനിയൻ പിങ്കിൻ്റെ ഷെയ്ഡാണ്. ഓനിയൻ പിങ്കിൻ്റെ കറക്റ്റ് നല്ല കളർ കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തും സെയിം തന്നെ ആ ഒരു വർക്കാണ് പോയേക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും അത്രേ ഉള്ളൂ എന്ന്. അതേപോലെ ഭംഗിയുള്ളൊരു ഐറ്റം കേട്ടോ. 699 എന്ന് പറഞ്ഞ പ്രൈസ് റേഞ്ചിൽ അത്ര രസമുള്ളൊരു ഐറ്റം. ഡെയിലി യൂസ് ചെയ്യുന്നവർ ഉറപ്പായിട്ട് എടുത്താൽ, അല്ലാത്തവരും എടുത്തോട്ടോ, കാരണം ഇത് അല്ലാതാണല്ലോ ഉപയോഗിക്കാൻ നല്ലതാണ്. കാഴ്ചയ്ക്ക് നമുക്ക് എന്തായാലും ഒരു 1000 അടുത്ത് റേഞ്ച് പറയുന്നൊരു ഐറ്റം. അപ്പോൾ ഇത് പിന്നെ നമ്മുടെ കാഴ്ചയുടെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഇഷ്ടവും ഇതൊക്കെ വെച്ചിട്ടാണ് റേറ്റ് നമ്മളിങ്ങനെ ആലോചിച്ച് പറയുന്നത്. എത്ര വേണേൽ പറയാട്ടോ എനിക്ക് തോന്നും. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ 1000 എബോ റേഞ്ച് പറയാനും പറ്റും. കാരണം ഈ ഒരു സെയിം പാറ്റേൺ തന്നെ ഇങ്ങനത്തെ വർക്ക് തന്നെ കൂടിയ മെറ്റീരിയൽ ചെറിയ ഡിഫറൻസിലൊക്കെ നമ്മൾ കൂടിയതിനകത്തും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ നല്ല വർക്കുകൾ നോക്കി റേറ്റ് കുറഞ്ഞ് നമ്മൾ ഇറക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് മെറ്റീരിയൽ സെമി സിൽക്ക് ആണെന്ന് പറഞ്ഞാലും ഡെയിലി യൂസിന് വരുന്നതാണ്. ലാസ്റ്റ് ചെയ്യുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറഞ്ഞതിൽ ഇറക്കി എന്ന് പറഞ്ഞു വെച്ച് നിങ്ങളത് മെറ്റീരിയൽ കൊള്ളൂല എന്ന് വിചാരിക്കേണ്ട. അത്യാവശ്യം നല്ല ഫാബ്രിക് തന്നെയാണ്, ഡെയിലി യൂസ് ചെയ്യാൻ നല്ലതാണ്. പെട്ടെന്ന് പോകുന്ന മെറ്റീരിയൽ ഒന്നുമില്ല. കുറഞ്ഞ മെറ്റീരിയൽ ആകുമ്പോഴാണ് കുറച്ച് നല്ല കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ കൊടുത്ത് തന്നെയാണ് ചെയ്തേക്കുന്നത്. ദുപ്പട്ടയ്ക്കൊക്കെ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. പിന്നെ നമ്പർ AC 394, റേറ്റ് 699. അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഒരു ലൈറ്റ് സ്കൈ ബ്ലൂ ഷെയ്ഡ്. ഇതിൽ ഞാൻ പറയാറില്ലേ, എല്ലാം നമുക്ക് നല്ലതെന്ന് എടുത്തെടുത്ത് പറയേണ്ടി വരും. അത്രയും സെലക്റ്റീവ് ആയിട്ടുള്ള ഷെയ്ഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാട്ടോ നമ്മൾ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത്. നല്ല കളേഴ്സാണെല്ലാം. അത് ഇതിലാണെങ്കിലും കോമ്പിനേഷൻ നോക്കിയാൽ അറിയാം. നല്ല ലൈറ്റ് ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിലോട്ട് ഓനിയൻ പിങ്ക് പീച്ച് പോലത്തെ കോമ്പിനേഷൻ കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇത് ദുപ്പട്ടയാണെങ്കിലും ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് അത്യാവശ്യം ഒതുങ്ങി കിടക്കുന്ന സൈസാണ്. ഒരുപാട് അങ്ങനെ ഇങ്ങനെ ഷിഫോൺ പോലെ ഒതുങ്ങി കിടക്കൂല. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഇട്ടാലും അവിടെ കിടന്നോളും. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒഴുകി പോകുന്ന ടൈപ്പൊന്നും അല്ല. ബോട്ടം വരുന്നത് സാറ്റൻ സിൽക്ക് കേട്ടോ. പിന്നെ നമ്പർ AC 396, റേറ്റ് 699. നമുക്ക് ലാസ്റ്റത്തെ കളർ ഇതൊരു ലാവണ്ടറും ഉണ്ട്, കുറച്ച് ഓനിയൻ പിങ്കും കൂടെ, രണ്ടും കൂടെ ചേർന്നിട്ടൊരു ഷെയ്ഡില്ലേ. എന്നാൽ ലൈലാക്ക് എന്നും പറയാൻ പറ്റത്തില്ല. കുറച്ചുകൂടെ ലാവണ്ടർ ടോണാട്ടോ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അതിനും നല്ല രസമുണ്ട് കാണാൻ. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ അകത്തെ ഷെയ്ഡ്സൊക്കെ ഒരെണ്ണം പോലും നമുക്കങ്ങനെ അതത്ര പോരാ എന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാം നല്ല ഷെയ്ഡ്സാണ്. നല്ല ലെങ്ത്തും ഉണ്ടോ, എല്ലാം കൊണ്ടും നല്ലൊരു ഐറ്റമാണ്. 699 എന്ന് പറഞ്ഞ റേറ്റിൽ എന്തായാലും നിങ്ങൾ എടുത്തോ. പെട്ടെന്ന് തീർന്നു പോകുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്തെടുത്തോ. ഏത് കളറായാലും കുഴപ്പമില്ല കേട്ടോ. എല്ലാം നല്ല ഷെയ്ഡ്സാണ്. ബോട്ടം വരുന്നത് സാറ്റൻ സിൽക്ക്. എല്ലാം നല്ല ഫാബ്രിക് വെച്ചാണ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്ന രീതിയിൽ തന്നെ എപ്പോഴും വാഷ് ചെയ്ത് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ലാത്ത മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ നമ്പർ AC 397, റേറ്റ് 699.